എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതാണ് ഇവരുടെ ഡിസ്ക് ബൾജിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ളവരെ കഴുത്ത് പൊട്ടിക്കാനും തിരിക്കാനും നിന്ന് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ രണ്ട് കൈയും കാലും തളർന്ന് കിടപ്പിലാക്കി അങ്ങനെ രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇത്രമാത്രം രോഗികളെ കണ്ടാലും ഓരോ പേഷ്യന്റും നമുക്ക് എപ്പോഴും പുതിയതാണ്, അല്ലെങ്കിൽ ഓരോ പേഷ്യന്റിന്റെയും കാരണങ്ങൾ വ്യത്യസ്തമാണ്. വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ ഡിസ്ക് ബൾജിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ അറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ 80% പേഷ്യൻസും എന്ന് പറയുന്നത് ഡിസ്ക് ബൾജ് കൊണ്ട് വരുന്ന രോഗികൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇത്രമാത്രം രോഗികളെ കണ്ടാലും ഓരോ പേഷ്യൻറ്റും നമുക്ക് എപ്പോഴും പുതിയതാണ്, അല്ലെങ്കിൽ ഓരോ പേഷ്യൻറ്റിൻ്റെയും കാരണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ എക്സ്പീരിയൻസ് എത്ര കൂടിയെന്ന് പറഞ്ഞാലും ഓരോ പേഷ്യൻറ്റിനും നമ്മൾ ഏറ്റവും പുതിയതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു പേഷ്യൻറ്റിനെ കാണുന്ന പോലെ ചികിത്സിച്ചാൽ മാത്രമാണ് നമുക്ക് അവർക്ക് ആ ഒരു വിചാരിച്ച പോലെ അല്ലെങ്കിൽ ആ ഒരു രോഗത്തിലേക്ക് ഒരു ശമനം കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്നിപ്പോൾ എൻ്റെ കൂടെയുള്ള ലീലാമണി എന്ന അമ്മയാണ്. പാലക്കാട് എവിടെയായിരുന്നു വീട്? വണ്ടാഴി അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ വരുമ്പോഴേ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? കഴുത്ത് വേദന, തല കറക്കം, ചവയ്ക്കാൻ പറ്റായിരുന്നു. പിന്നെ ചവയ്ക്കാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നെ? കിടക്കുമ്പോ പറയാറുണ്ടായിരുന്നു ചരിഞ്ഞു കിടക്കാൻ പറ്റില്ല. ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, മലർന്ന് തന്നെ കിടക്കണം അല്ലേ? പിന്നെന്തായിരുന്നു? യാത്ര ചെയ്യുമ്പോഴുള്ളൊരു കാര്യം മാത്രമായിരുന്നു. വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കണം. യാത്ര ചെയ്യാന് തീരെ ഇഷ്ടമില്ല. ഈ വേദന അല്ലെ? MRI നമ്മൾ കാണുമ്പോ കാണാം അത്രയും സിവിയർ ബൾജ് അല്ലെ? നമുക്ക് സാധാരണ ആൾക്കാരിൽ കാണുന്നത് പോലെയൊന്നും അല്ല, ചിന്തിക്കാൻ പറ്റില്ല. അത്രയും കംപ്ലൈന്റ് ആണ് കഴുത്തില് ഡിസ്ക് ബൾജില് ഉണ്ടായിരുന്ന ഒരു കാര്യം അല്ലെ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ചവയ്ക്കാൻ പറ്റുന്നുണ്ട്, ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പൊ നടന്നു വന്നപ്പോ തലകറക്കം കുറച്ചെനിക്ക് ഇവിടെ റൂമില് അത്ര നടന്നില്ലല്ലോ, അപ്പൊ തലകറക്കം കുറച്ചൊരു സമാധാനം പോലെയുണ്ട്. അത്ര തോന്നുന്നില്ല എന്നല്ലേ? ഓക്കെ. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് വ്യത്യാസങ്ങള് ആയി തുടങ്ങി. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. അത് ഇനിയിപ്പോ ട്രീറ്റ്മെന്റിൽ ഇപ്പൊ തന്നെ നമുക്കൊരു 70-80% അല്ലെങ്കിൽ 90% റിസൾട്ട് വരും. ആഫ്റ്റർ ട്രീറ്റ്മെന്റും ഇതിന്റെ ഈ ഒരു ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യലത് കഴിഞ്ഞ റെസ്റ്റിൽ നന്നായി ഒന്നും കൂടി ഇപ്പൊ നന്നായി മാറിയിട്ടുണ്ട്. എന്നാലും അതല്ല, ഇതിനേക്കാൾ ഒന്നും കൂടി നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരു അനുഭവമാണത്. 1 മാസം 2 മാസം വരേക്ക് ഇതിന്റെ ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഉറക്കും നന്നായിട്ട് കേട്ടോ. പഴയ പോലെ ഒന്നും എന്തായിരിക്കില്ല. ആദ്യമായിട്ട് നമുക്കൊരു ചികിത്സ ഇത് നമ്മുടെ പ്രശ്നം വെച്ചാൽ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് അല്ലേ? ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്ര വലിയ ഒരു ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ആ ട്രീറ്റ്മെന്റ് തുടങ്ങി 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോരോ വ്യത്യാസങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ സുമാർ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതായ ഒരു സന്തോഷമാണ് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ളത്. നമ്മൾ ട്രീറ്റ്മെന്റിൽ നമ്മൾ ശ്രദ്ധിച്ചത് തീരെ കഴുത്തിൽ തൊടരുത്, ഒരു പ്രഷറും കൊടുക്കരുത്, ഒഴിയെ ഒരു പരിപാടിയും ചെയ്യണ്ട. തനിയെ തന്നെ ചെയ്യുന്ന ട്രീറ്റ്മെന്റിലൂടെ തനിയെ ഡിസ്ക് കയറി. ശരി, കണ്ട പേടിയാവും നമുക്ക്. അതെ അതെ, ഞങ്ങൾ കണ്ടു. അതായത് ഒരു 3 ഇഞ്ച് നീളത്തില് ആ ഞരമ്പേ ഇല്ല പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോ ആ ഞരമ്പം ഉണ്ടായി, ഞരമ്പ് ക്ലിയർ ആയിട്ട് പ്രവർത്തനം തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പൊ കഴുത്ത് തിരിക്കാനൊക്കെ പറ്റിയത്. വളരെയധികം സന്തോഷമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റി, ചവയ്ക്കാൻ പറ്റി അല്ലെ? ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് വൈഫിന് ഒട്ടും ചവയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ അതല്ല, ഇപ്പൊ എന്ത് കിട്ടിയാലും കഴിക്കാം, പക്ഷെ കൂടുതൽ അമരം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആ രീതിയിൽ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെയധികം സന്തോഷമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ദൈവാനുഗ്രഹമാണ് ഇതൊക്കെ, ഒരു ദൈവാനുഗ്രഹം കൂടി. സാറ് ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു 90% എനിക്ക് വിശ്വാസമുണ്ട്, 10% നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ് പറഞ്ഞു. ആ വാക്കിലാണ് ഞങ്ങൾക്ക് സന്തോഷമായത്. നമ്മിപ്പോൾ കണ്ട ലീലാമണി എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ കഴുത്തിലൊക്കെ ഒരുപാട് കറുത്ത ഒരു പിടകകൾ അല്ലെങ്കിൽ കുരുക്കളൊക്കെ പോലെയുള്ള ഒരു വസ്തുതയുണ്ട്. ഞാൻ ഈ രോഗി ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചത് ഈ കഴുത്തിലുള്ള ഇവരുടെ ഈ ഒരു കുരുക്കൾ പോലെയുള്ള ഒരു അവസ്ഥകളാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതാണ് ഇവരുടെ ഡിസ്ക് ബൾജിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇവരെ
ഹിസ്റ്ററി അനുസരിച്ചിട്ട് ഒരു ചെറുപ്പം മുതലേ അതിപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് മണിയിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ റെക്കോർഡ്സിലൊക്കെ. ചെറുപ്പം മുതലേ കുട്ടി, അതായത് 5ൽ പഠിക്കുമ്പോൾ 7ൽ പഠിക്കുമ്പോൾ 8ലൊക്കെ പഠിക്കുമ്പോൾ പോലും ഈ ഒരു അമ്മയ്ക്ക് സ്കൂൾ വിട്ട് ആ സമയത്ത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കിടക്കണം. അതായത് 4 മണിക്ക് വന്നാൽ 1-2 മണിക്കൂർ കിടന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോകുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വളർന്നാലും അവർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അപ്പം കിടക്കണം. അപ്പോൾ അവർക്ക് അറിയില്ല എന്തുകൊണ്ടാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ശൈലിയായിട്ടൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് ഇവർക്ക് ഡിസ്ക് ബൾജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള, ചെറിയ യാത്ര കഴിയുമ്പോഴേക്കും ഡിസ്ക് കംപ്രഷൻ വരും, ഇവർക്ക് അപ്പം കിടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഇവർക്ക് ഡിസ്ക് ബൾജിന്റെ പ്രോബ്ലം ഉണ്ട്. അതിനേക്കാൾ ഉപരി ഇവർക്ക് സിവിയർ ഇൻഡൈജഷൻ ഉണ്ടായിരുന്നു. അതായത് കഴിക്കുന്ന ഭക്ഷണം ഒന്നും ദഹിക്കുന്നില്ല. ദഹിച്ചിട്ടില്ലെങ്കിൽ ഡിസ്കിലേക്ക് പോഷണം കിട്ടില്ല. ഡിസ്കിലേക്ക് പോഷണം കിട്ടില്ലെങ്കിൽ ഡിസ്ക് ഡ്രൈ ആവും. ഡിസ്ക് ഓട്ടോമാറ്റിക്കലി അത് തള്ളിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ ചെയ്ത കാര്യം ഇവർക്ക് ഭയങ്കര ഗ്യാസിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ദഹിച്ചില്ലെങ്കിൽ നമുക്കറിയാം, ബയോഗ്യാസ് പ്ലാന്റിലൊക്കെ നമ്മൾ വേസ്റ്റ് കൊണ്ടിട്ട് ഞാൻ ഗ്യാസ് വന്ന് വീർക്കും. അതേപോലെയാണ് ഭക്ഷണം കൊണ്ടിട്ട് കഴിഞ്ഞ് ഇവർക്ക് വന്ന് ഗ്യാസ് വന്ന് വീർക്കുമായിരുന്നു. ആദ്യം ചെയ്തത് നമ്മൾ ഇവരുടെ വയറിലെ ഗ്യാസിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ദഹിക്കാണ്ടുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കുകയാണ്. അല്ലെങ്കിൽ വീണ്ടും ഇവർക്ക് ഡിസ്ക് ബൾജ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ വയറ് ശരിയാക്കി. അതുപോലെ തന്നെ ഇവരെ നേരത്തെ പറഞ്ഞതുപോലെ സിവിയർ ഡിസ്ക് ബൾജാണ്. ഇത്രയും വലിയൊരു ഡിസ്ക് ബൾജ് നമുക്ക് കാണാൻ കിട്ടില്ല. അത്രമാത്രം. അതായത് നേരത്തെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ അവിടെ ഡിസ്കിന്റെ ഒരു നെർവിന്റെ സ്പൈനൽ കോഡ് ഭാഗത്തൊന്നും കാണാനില്ല. കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. അത്രമാത്രം ബ്ലോക്ക് ഉള്ളതാണ്. എങ്ങനെ ഇവർക്ക് ചെറുതായിട്ട് എപ്പോഴും ഇങ്ങനെ ചെറിയൊരു കുലുക്കം പോലും സാധിക്കില്ല ഇവർക്ക്. അല്ലെങ്കിൽ കിടക്കുമ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ചവച്ചിറക്കാനൊന്നും പറ്റില്ല. അത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80-90% മാറ്റായി ഇവർക്ക്. അപ്പം ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഈ ഒരു ട്രീറ്റ്മെന്റ് തന്നെ ഇനിയും വേണമെങ്കിൽ ഇത് വീണ്ടും 1 കൊല്ലം കഴിയുമ്പോൾ റിപ്പീറ്റ്. ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം ഈ വ്യക്തിയിൽ ഡിസ്ക് ബൾജ് കൊണ്ട് ഈ വ്യക്തിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഒന്ന്, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ചികിത്സയുടെ പ്രത്യേകതയാണ് കഴുത്തിൽ നമ്മൾ ഒരിക്കൽ പോലും അവിടെ ഒഴിയോ കിഴി വെക്കുകയോ അങ്ങനെ ഒരു തരത്തിലും അവിടെ ഒരു ചെറിയൊരു പ്രഷർ പോലും, ചെറുതായിട്ടൊരു ഓയിലിന്റെ ഒരു പ്രഷർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതായത് ഒരിക്കലും നമ്മളങ്ങനത്തെ കൈകൊണ്ടുള്ള, നമ്മൾ പലപ്പോഴും വീഡിയോസൊക്കെ കാണുമ്പോൾ ഞെട്ടി പോകാറുണ്ട്. കഴുത്തൊക്കെ പിടിച്ച് അങ്ങോട്ട് തിരിക്കുന്നു ഇങ്ങോട്ട് തിരിക്കുന്നു. ഇങ്ങനെ കൂടെ ഈ രോഗിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ 2 കൈയും കാലും തളർന്ന് കിടപ്പിലാവും. അപ്പൊ അത്രയും നമ്മൾ ചെയ്യുന്ന തെറാപ്പിസ്റ്റാണ് ഇവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും, കഴുത്തിൽ ഒരു കാരണവശാലും തൊടരുത് എന്നുള്ളതാണ്. ചെറിയൊരു പ്രഷർ പോലും താങ്ങാൻ പറ്റാത്ത രോഗികളാണ്. അപ്പൊ പലപ്പോഴും എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് വലിയ സന്തോഷമാണോ കഴുത്ത് അങ്ങനെ പൊട്ടിക്കുന്നു. ചെറിയ ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ വലിയ ബുദ്ധിമുട്ടുള്ളവരെ കഴുത്ത് പൊട്ടിക്കാനും തിരിക്കാനും നിന്ന് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ 2 കൈയും കാലും തളർന്ന് കിടപ്പിലാവും. എനിക്ക് അങ്ങനെ രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും കഴുത്തിലൊക്കെ ഡിസ്ക് ബൾജിൽ പോയി കഴുത്ത് പൊട്ടിക്കാനൊന്നും നിൽക്കരുത്, ഡേഞ്ചറാണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ശാസ്ത്രീയമായിട്ട് ചികിത്സിക്കണമെങ്കിൽ ഡിസ്കിലേക്കുള്ള പോഷണം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? വയറാണ്, ഉദര സംബന്ധമായ പ്രശ്നങ്ങളാണ് ഡിസ്കിലേക്ക് പോഷണം ലഭിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നും അവിടെ പരിഹരിക്കുന്നു. ഡയറക്റ്റ് നമ്മൾ അവിടെ ചെയ്യുന്ന ചികിത്സയിലൂടെ ഡിസ്ക് ബൾജിലേക്ക് പോഷണം അബ്സോർഷൻ വഴിക്ക്, നമ്മൾ ഓയിൽ അബ്സോർഷൻ വഴിക്ക്, അതായത് പ്രത്യേക രീതിയിൽ പ്രത്യേക ടെമ്പറേച്ചർ ഓയിൽ അവിടേക്ക് ഒഴിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒഴിക്കുന്നതിലൂടെ തന്നെ ഡിസ്കിലേക്ക് അബ്സോർഷൻ കൂടുന്നു. അതിലൂടെ തന്നെ ഡിസ്ക് ഫ്ലഷി ആയിട്ട് മാറുന്നു. ഡിസ്കിന്റെ ഹാർഡ്നെസ് വിട്ടുകൊണ്ട് സോഫ്റ്റ് ആവുന്നു. അപ്പോൾ ഞരമ്പുകൾക്ക് ഈസി ആയിട്ട് കൈയിലേക്കും തലയിലേക്കും ചെവിയിലേക്കും ഒക്കെ പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.